السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد. സഹോദരന്മാരെ, ಹಿರಿಯರೇ, ಇದು ಇವರು ಸೆಂಟರ್ വെച്ചിട്ട് അല്ലാഹുവിന്റെ ദീന വിഷയത്തിൽ മനസ്സിലാക്കുന്നതിനാണ് സമയം ചെയ്തിട്ടുള്ള ഇതൊരു സ്വാലിഹായ അമലിൽ അല്ലാഹു കബൂലാക്കും ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധത്തിലേക്ക് ഞങ്ങൾക്ക് പഠിക്കുന്നു. മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ടതായ ഒരു വിഷയം, അതിലെ പ്രായോഗിക രൂപം എങ്ങനെ ആക്കണു ചെന്നതിലേക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു മുസ്ലിമായ ഒരു മനുഷ്യ മൗത്തായിട്ടായെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില വിഷയങ്ങൾ ഞങ്ങൾ ആക്കുന്നു. മയ്യത്ത് പരിപാലനെ സംബന്ധിച്ചിട്ടുള്ള ഹുക്കുമ് എന്തിരിക്കുന്നത്? ഒരു മുസ്ലിമായ ഒരു വ്യക്തി മരിച്ചിട്ടായെങ്കിൽ ആ മയ്യത്തിലെ പരിപാലനാക്കിനെ ചൊന്നതിനെ ഹുക്കുമ് ചൊന്ന അതിന് വിധി എന്തിന് ആർക്ക് ചൊല്ലാമോ? ഇപ്പൊ വിധി ചെന്നെങ്കിൽ ഫർദ്, സുന്നത്ത്, ഹറാമ്, ഹലാല് ഇങ്ങനെ ഉണ്ടല്ലേ. അതിൽ ഏത് വിധിയിൽപ്പെട്ട ഫർദ്, അതായത് ഞങ്ങിപ്പ മഗ്‌രിബ് നിസ്കരിച്ച പോലെ അല്ലേ അല്ലേ? അതായത് ഫർദില് രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് ഫർദ് ഐന് ചെന്ന്, പിന്നൊന്ന് ഫർദ് കിഫായ. അപ്പൊ ഇത് ഞങ്ങൾക്ക് ബന്ധിക്കണം. ഇസ്ലാമിൽ വലിയ ഹുക്കുമ് ഫർദ് കിഫായ. ഫർദ് ഐന് ചെന്നെങ്കിൽ ഈച്ച് ആൻഡ് എവറി മുസ്ലിം, എല്ലാ മുസ്ലിമിനും ആക്കണം. ഇപ്പൊ മഗ്‌രിബ് നിസ്കരിക്കുന്നതിൽ എല്ലാ മുസ്ലിമിനും കട്ടായാൽ അത് ഫർദ് ഐന് ചെന്ന്. ഫർദ് കിഫായ ചെന്നെങ്കിൽ ആ സംഗതി അവിടുത്തെ ഒരു മുസ്ലിമിങ് ആക്കിയാവും. ബാക്കി എല്ലാവരും ദോഷത്തിൽ നിൽക്കുന്നവരാറ്, മുക്തവരാറ്. അതേ സന്ദർഭത്തിൽ അവിടെ ഒരു മുസ്ലിമീങ്ങും ആ പണി ആക്കിയില്ലെങ്കിൽ എല്ലാവരുടെ മേലും ദോഷമുണ്ട്. അതേപോലെ തന്നെ ദിക്ർ മയ്യത്ത് പരിപാലനം. ഒരു മുസ്ലിമായ വ്യക്തി മരിച്ചിട്ട് ആ മയ്യത്തിനെ ആരായത്ത് ഒരു മുസ്ലിമായോടും തിരിഞ്ഞു നോക്കില്ലേട്ടായെങ്കിൽ ആരായത്തിന്റെ എല്ലാ മുസ്ലിമീങ്ങൾ എന്തായാലും ദോഷകാരായ. ഇതിൽ ചൊല്ല ഫർദ് കിഫായാണ്. അപ്പൊ ഫർലായതായ ഒരു സംഗതി ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഞങ്ങൾ ഔത്തില് ആരെങ്കിലും മരിച്ച സാധനക്ക് ഞങ്ങളെല്ലാ ഗടിപിടിയാവുക, ഗാബരിയാവുക. മയ്യത്ത് കുലിപ്പാട്ടാറ്, മയ്യത്തിനെ ഇതാക്കാറ്. യഥാർത്ഥത്തിൽ ഇത് ഞങ്ങൾ പ്രതിയോരോരുത്ത മനസ്സിലാക്കുള്ള വിഷയം. ഞങ്ങൾ എന്തിനെ വിചാരിച്ചിട്ട് അതെന്താ ഒരു വലിയ ഒരു വിഷയത്തിക്ക് അത് എല്ലാരെ കൊണ്ടാവലാണ്. അങ്ങനെയല്ല, അത് സിമ്പിളായ വിഷയം. മാത്ര അതിലൊരു പ്രായോഗികത്തുള്ള പ്രാക്ടിക്കത്തുള്ള രൂപം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടായെങ്കിൽ ഞങ്ങൾക്കത് ക്ലിയർ മനസ്സിലാക്കാൻ സാധ്യവും. ഇപ്പൊ മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് മയ്യത്തിനെ കുലിപ്പാട്ട കൊണ്ടു, അതേപോലെ മയ്യത്തിനെ കഫനാക്ക കൊണ്ടു. കഫൻ തന്നെ അതിന് മേൽക്ക് തുണി പൊതിയെ അതിന് കെട്ട്. മൂന്നാമത്തത് മയ്യത്തിനെ ദഫനാക്കപ്പെടും. ഇതെല്ലാം ഫർദ് കിഫായത്തിൽ പെടും. ഇപ്പൊ ഒരു മുസ്ലിമായ വ്യക്തി മരിച്ചേണ്ടി കണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഉള്ള സന്ദർഭത്തില്
ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫസ്റ്റ് കാക്കുള്ള പണി ആ മയ്യത്തിലെ കണ്ണ് എന്താക്കണം ചിലപ്പോ ഓപ്പൺ ചെയ്തിക്കരുത് അതിനെ ഞങ്ങൾ എന്താക്കണം ക്ലോസ് ആക്കണം അതേപോലെ ഒരു തുണി ഒരു കണ്ട തുണി പിടിച്ചിട്ട് ഒരു കട്ടാക്കിയിട്ട് ഇങ്ങനെ ഈ താടിനെ ഈ കൂട്ടിയിട്ട് ഇഞ്ഞക്ക് കെട്ടണം അതെന്തൊക്കെ ചെന്നെങ്കിൽ ഈ മുഖല്ല അല്ലെങ്കിൽ ഈ ബായെല്ലാം ഓപ്പൺ ആവുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിക്കുന്ന ചാൻസ് അല്ലിക്കറ് അപ്പൊ മയ്യത്തിനൊട്ടിಗೆ ഞങ്ങൾക്ക് ഒരു ಹುರ್ಮത്തുണ്ട് മയ്യത്തിനെ ഞങ്ങൾ ഒരു പവിത്രമായിട്ട് കാണാം അല്ലേ ഒരു മിർഗ ചത്തെ പോലെ അല്ലല്ലേ ഞങ്ങൾ ഒരു മനുഷ്യരെ മയ്യത്തിനെ കാണുക ഒരു മുസ്ലിമായവന്റെ മയ്യത്തിനെ കാണുക അപ്പൊ അതിക്ക് ഞങ്ങൾ ഒരു പാവിത്രത്തെ കൊടുക്കുക അപ്പൊ അത് നോക്ക ಬಂದಕ್ಕೆ ഒരു വികൃതമായിട്ട് കാണുമ്പോൾ തീരാ അതേപോലെ ನಂಗೆ കുലിപ്പാട്ടുമ്പല്ല തെലു യൂസ് ആവുകൈത്ത് ആ മയ്യത്തിനെ ഓരോ ഈ ജോയിന്റ് അല്ലവർക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് നേരാക്കണം അപ്പമേ മനസ്സിലായത് ഇപ്പൊ കൈ ഉണ്ടായി കൈ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് നേരാക്കണം രണ്ട് കൈ അതേപോലെ കാലുണ്ടായെങ്കിൽ അതൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് നേരാക്കണം അത് കുലിപ്പാട്ടുമ്പോ ഞങ്ങൾക്ക് അത് തെല്ലു ഉപകാരമാവും അതേപോലെ പിന്നൊരു വിഷയം എന്താ വെച്ചെന്നെങ്കിൽ രണ്ട് കാലിലെ കൊമ്പ വരണം അതിങ്ങനെ കൂട്ടിയിട്ട് ഒരു ഇതില് ഒരു തുണി ഇങ്ങനെ കട്ടാക്കിയിട്ട് അത് കെട്ടോ പിന്നെ മയ്യത്ര മേലുള്ള ഡ്രസ്സ് അത് എടുക്കാം ചിലപ്പോ മാലിന്യം ഇരിക്കാൻ ചാൻസ് ഉണ്ട് ചില മയ്യത്തേക്ക് അതിനോടെ മെല്ലിക്കരുത് അപ്പൊ ചിലപ്പോ മയ്യത്തില് മാലിന്യം ചാൻസ് ഉണ്ട് അപ്പൊ ആ ഡ്രസ് എടുക്കരുത് ഹൈ പിന്നെ മേലുക്കൊരു ഒരു തുണി പൊതിയും ഇത് ഞങ്ങൾ ബേസിക്കലി ആക്കുള്ള വിഷയം പിന്നെ ഞങ്ങളുടെ രാജ്യത്ത് ചില സമ്പ്രദായം കൊണ്ട് മയ്യത്തിരെ ഈ ഇതിരെ കട്ടിൽ റെഡിയിൽ ഒരു 4 കാലൊക്കെ ഒരു ഇത് വെക്കര് അതല്ല ആക്ച്വലി ഒരു എറുമ്പ് പറക്കൊക്കെ തീരാച്ചതിന്റെ ഉദ്ദേശത്തിലുണ്ടായെങ്കിൽ അല്ലാണ്ട് അതൊരു സമ്പ്രദായത്തിണ്ടാക്കിയിട്ടുള്ള അങ്ങനത്തെ കുറേ മാമൂല്യങ്ങളുണ്ട് അതല്ല ഖുറാനിലെ ഹദീസിലെ പഠിപ്പാട്ടിയതല്ല അത് ഞങ്ങൾ മനസ്സിലാക്കുന്ന വിഷയം ഇനി ഞങ്ങൾ ഇന്ന് ക്ലാസ്സിൽ മനസ്സിലാക്കുന്നത് മയ്യത്തിനെ കുലിപ്പാട്ട വിഷയം അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു രൂപം അപ്പൊ ഇതില് ഞങ്ങളെ ഒരു മയ്യത്ത് ഞങ്ങളെ ഔത്തര് ഞങ്ങളെ കുടുംബത്തിലെ മയ്യത്ത് അത് കുലിപ്പാട്ടിനെ ഞങ്ങാവണം ഇണ്ടെന്താ ഒരു ചെന്ന മയ്യത്ത് കുലിപ്പാട്ടൊക്കെ അത് വിശേഷിച്ചുള്ള ചില ആൾമാർക്ക് മാത്രം സീമിത്താണ് ഞങ്ങൾ വെച്ചിട അങ്ങനെ അവർക്ക് തീരാ ഞങ്ങൾ പഠിക്കണം അത് ഫർദ് കിഫായത്തിക്കരുത് അപ്പൊ അതുകൊണ്ടു മയ്യത്തിന് കുലിപ്പാട്ടൊക്കെ വെക്കണം മയ്യത്ത് കുലിപ്പാട്ട് ജായും ചില മാമൂലെല്ലാം ഞങ്ങളെ രാജ്യത്തുണ്ട് ചൂട് തന്നെയാവുന്നു അങ്ങനെ ഒരു ഹദീസിൽ അങ്ങനെ പ്രസ്താവിക്കില്ല ചൂട് തന്നെയാവുന്നു ചുത്ത ഹദീസിൽ പ്രസ്താവിക്കില്ല ചപ്പത്തന്നിൽ കുലിപ്പാട്ടേക്കും മിയാവും മയ്യത്ത് അതേപോലെ വേറെ അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ട് ഞങ്ങൾ ഇപ്പൊ പ്രാക്ടിക്കലായിട്ട് പഠിക്കുമ്പോ അതില് ഏതെല്ലാം ഉണ്ട് ചൊത്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം ഇപ്പൊ ഒരു മയ്യത്തിനെ ഞങ്ങൾ കുലിപ്പാട്ടൊക്കെ വെക്കണം കുലിപ്പാട്ടൊക്കെ വെക്കുമ്പോ ഇപ്പത്തെ കാലത്തിൽ മയ്യത്ത് കുലിപ്പാട്ടറെ കട്ടിലേ വേണ്ട ഇപ്പോ പണ്ടത്തെ കാലത്ത് അങ്ങനെ എന്തില്ല അത് ഞങ്ങൾ ആൽമാരെതിരെ ഇങ്ങനത്തെ ഒരു എത്തരത്തെ ജാഗത്തിൽ വെച്ചിട്ട് ഞങ്ങൾ കുലിപ്പാട്ടുന്ന ഒരു എത്തരത്തെ ജാഗത്തിൽ വെക്കണം അല്ലേ പിന്നെ മയ്യത്ത് കുലിപ്പാട്ടൊക്കെ എത്ര ആൾ വേണോ അത്ര ആൾ മാത്രം നിയമം അവിടെ ഒരു 4-5 ആൾ ആവശ്യകത ഇക്കൂ അപ്പൊ ഈ മയ്യത്ത് കുലിപ്പാട്ട ഒന്നോളൂ ചില വിഷയങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി വെക്കണം മയ്യത്ത് കുലിപ്പാട്ടുള്ള കഞ്ഞി അതേപോലെ മയ്യത്ത് കുലിപ്പാട്ടിൽ പിന്നെ ലാസ്റ്റിക്ക് കർപ്പൂരത്തെ മിക്സ് ആക്കിയ ഒരു തന്നി ഇങ്ങനെ മയ്യത്തിന് മേൽക്ക് ബീത്തുണ്ട് അപ്പൊ കർപ്പൂരെല്ലാം ചിലപ്പോ ഗട്ടിക്കും അതിനെല്ലാം പൊടിയാക്കിയിട്ട് വേണമെങ്കിൽ തന്നിൽ കലക്കിയിട്ട് ഒരു ബക്കറ്റ് വേറെ സെപ്പറേറ്റ് വെക്കും അതേപോലെ മയ്യത്ത് കുലിപ്പാട്ടുമ്പോ ഞങ്ങൾ മനസ്സിലാക്കുന്ന വിഷയം മയ്യത്ത് കുലിപ്പാട്ടൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ കിറ്റ് ഉണ്ടല്ല കിട്ട് അത് സൗകര്യത്തിൽ ഇതാക്കിനെ അങ്ങനെ ഇന്നില്ലെങ്കിലും ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മയ്യത്ത് കുലിപ്പാട്ടാം എങ്ങനെ ചെന്നെങ്കിൽ ഒരു 8 മീറ്റർ ഒരു വൈറ്റ് തുണിന്നെങ്കിൽ അതിലെ ഞങ്ങൾക്ക് മയ്യത്ത് കുലിപ്പാട്ടിൽ പിന്നെ കഫൻ ಹಾಕೋಕು ಉದ್ದ
മൊത്തത്തിൽ നോക്കിയിട്ട് നമുക്ക് കട്ടാക്കാം. അടിയിൽ വരിക്കുന്ന തുണി തന്നെ വെല്ലിക്കോണം, അതിന് പിന്നത്തത് ഒരു തെല്ല് ശരി, ലാസ്റ്റ് ഒരു തെല്ല് ശരി, അത്ര അത് കഫനാക്കുന്നത്. അത് നമുക്ക് ഇപ്പൊ ടൈമിന്റെ മാത്രം മനസ്സിലാക്കാം. ഈ മയ്യത്ത് കുലിപ്പാട്ടുമ്പോ നമുക്ക് എന്താക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മയ്യത്തിലെ ഈ ഗുഹ്യാവയവത്തെ അവിടെ എന്തെങ്കിലും മലിനല്ലെന്നെങ്കിൽ നമുക്ക് അവിടെ ക്ലീൻ ആക്കും. നമുക്ക് ഒരു ഇടത്തെ കൈക്ക് ചുത്ര പോലത്തെ ഒരു കണ്ട തുണി വേണം. ഇപ്പൊ ഗ്ലൗസ് അതെല്ലാം കിട്ടും, അതും ഉപയോഗമാക്കാം. അതേപോലെ മയ്യത്തേക്ക് ഒരു ബ്രഷ് ആക്കുമ്പോൾ ചെറിയ കണ്ട തുണി നമുക്ക് ഈ വിരലൊക്കെ ചുത്തൊക്കെ വേണം. ഇപ്പത്തെ കിട്ടിലുള്ളതല്ല ഒരു റെഡി ആയിട്ട് ബണ്ട്. അതേപോലെ മയ്യത്ത് കുലിപ്പാട്ടപ്പോ സാബൂൺ വേണം, സോപ്പ് നമുക്ക് ഏത് യൂസ് ആക്കാം. ഇനി മയ്യത്ത് കുലിപ്പാട്ടുമ്പോ ഞങ്ങ ഫസ്റ്റ് ഇപ്പൊ ഞങ്ങ മയ്യത്തിനെ കിടപ്പാട്ടുക ഇവിടെ ആരും കാട്ടുണ്ട് ഒരു കണ്ട തുണിയുണ്ട് ഇഞ്ഞത്തല ആ മക്ക ഇപ്പോ ഞാൻ ചൊന്ന സംഗതി നിങ്ങളെല്ലാരും ഗമനത്തിലേക്കും. ഞങ്ങൾ ഫസ്റ്റ് ഡ്രസ് ഇപ്പൊ ഉടുത്തതെല്ലാം എടുത്ത് തിന്നെങ്കിൽ ഞങ്ങക്ക് ഇവിടെ ഇപ്പൊ എടുക്കുക കിട്ടില്ല. ചിലപ്പോ കുലിപ്പാട്ട ടൈമിലേക്ക് ഡ്രസ്സെല്ലാം എടുക്കുക കിട്ടും. അപ്പൊ ഡ്രസ് എടുക്കുക ഞങ്ങൾക്ക് ചിലപ്പോ കത്തരി യൂസ് ആക്കാൻ പോകും. എല്ലാം ഞങ്ങൾക്ക് മയ്യത്തിരെ ഞങ്ങളെ ഹയാത്തിൽ ഊരിയ പോലെ ഊറൊക്കെ ആവുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേറെ കട്ടാക്കി തല്ല എടുക്കാം. മയ്യത്തേക്ക് ഇതാവാത്ത പോലെ ഞങ്ങൾക്ക് ഡ്രസ് ഈ കട്ടാക്കുന്ന മുന്നൽ എന്താക്കും ചെന്നെങ്കിൽ ഞങ്ങ ഒരു കണ്ട ഇങ്ങനത്തെ ഈ തെല്ല് റഫ്ര തുണി നല്ലേ ഇത് മയ്യത്ര ഞങ്ങ ഇത്തര ഒരു മുട്ട പിടിച്ചിട്ട് ഇത്തര ജാഗ എന്താക്കണം ഉപയോഗിക്കണം. ചെന്ന തഞ്ഞി പൂലുമ്പോ ആ തഞ്ഞില് ഞങ്ങൾക്ക് ഔറത്ത് കാണുമ്പോൾ തീരാ. ചുമ തെൽപ്പുര തുണി ഉണ്ടായ എന്താ വരും, ഇതേപോലത്തെ തുണിയായി ബെസ്റ്റ്. ആ ഈ ഞങ്ങ ഇത് ദുപ്പട്ട ചൊല്ലാറ് എന്തൊരു അല്ല ഇതില് തട്ട. അപ്പൊ ഈ ഇങ്ങനത്തെ തുണിയായി ബെസ്റ്റ്. എന്താ കൊടുത്തുണ്ടാ ഈ തഞ്ഞി ബീത്തുമ്പോ ഞങ്ങൾക്ക് ഉൾഗത്തെ ഔറത്ത് കാണില്ല. ഞങ്ങൾ ഫസ്റ്റ് മയ്യത്ര ഒരു 3-4 പേനോ 3-4-5 തോന്നുന്ന പേനോ ഹെൽപ്പ് പോകും. അപ്പൊ മയ്യത്ര ഞങ്ങൾക്ക് എന്താക്കണം, എല്ലാ ഡ്രസ് റിമൂവ് ആക്കണം. ഈ ഒരു തുണി ഇങ്ങനെ വെച്ചിട്ട് എല്ലാ ഡ്രസ് റിമൂവ് ആക്കും. ഞാൻ ചെന്നല്ല റിമൂവ് ആക്കുമ്പോ ഞങ്ങൾക്ക് എന്തിനു യൂസ് ആക്കാം, കത്തിലെല്ലാം യൂസ് ആക്കാം. ഞങ്ങിപ്പ ഞങ്ങളെ ഹയാത്തിൽ ഡ്രസ് സൂര്യ പോലെ ഞങ്ങൾക്ക് കൂടെ കാവല. ഓക്കെ. പിന്നെ മയ്യത്ത് വേറെ വേറെ ടൈപ്പ്. ചിലപ്പോ ആക്സിഡന്റിൽ മത്സരിക്കും, അല്ലെങ്കിൽ ചുമ കാലം കിടന്നവിടെ കിടന്നിട്ട് മരിച്ച മയ്യത്തിക്കും. അങ്ങനെയുള്ള വേറെ വേറെ ടൈപ്പിലിരിക്കും. അപ്പൊ നോർമലി മയ്യത്തായെങ്കിൽ നമുക്ക് കുലിപ്പാട്ടുമ്പോ വലിയ ഇഷ്യൂ വേണ്ടിയില്ല. ചില മയ്യത്തില് ഗായിക്കര് വലിയ ഗായിക്കര്, അതേപോലെ ചില മയ്യത്ത് കരഞ്ഞ തള്ളിക്കും, കത്തി തള്ളിതായത്. ചില മയത്ത് കിടന്നിട്ട് ബാക്ക് സൈഡിലുള്ള പുണ്ണായ തള്ളിക്കും. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ എന്തൊക്കെ ചെന്ന മയ്യത്ത് കുലിപ്പാട്ടുറങ്ങ ആ ന്യൂനത്തിൽ ഒടിപ്പാട്ടി വെக்கிறങ്ങാവും. നാളെ ചൊല്ലത്തീര ആ മയ്യത്തിന് ഇത്ര പുണ്യന്റെ ഭാവം, ആ മയ്യത്തിന് ഇത്ര വലിയ അങ്ങനെല്ലാം ചൊല്ലൊക്കെ തീര. അങ്ങനത്തെ മാത്രം നിന്റെമിയാവും. അല്ലാത്തങ്ങ ഈ എല്ലാ ബാക്കിയുള്ള വിഷയം ചൊല്ലറ പോലെ മയ്യത്ര വിഷയം ചൊല്ലറങ്ങ നിക്കൊക്കെ തീരാ. ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്ന വിഷയം. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം ഊരിത്തെടുത്തൽ പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ആക്കമുള്ള പണി എന്തിനു ചെന്നെങ്കിൽ മയ്യത്തിക്ക് ഇങ്ങനെ ഒരാള് തഞ്ഞി വീട്ടിട്ട് ഈ മയ്യത്തിലെ മാലിന്യെല്ലാം എടുക്കണം. ഇപ്പത്തെ ഞങ്ങള് ഈ മയ്യത്ത് കുലിപ്പാട്ട കട്ടിൽ എന്തിനുണ്ടു ഇങ്ങനെ മേലാക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ട്. അത് ഇന്നില്ലെങ്കും ഒരു ജെണ്ടാൽ കൂടിയൊക്കെ ആക്കുകയാവും. മനസ്സിലായിട്ടല്ലേ? ഒരാള് മയ്യത്രത്തിൽ ഇങ്ങനെ ഉദ്ദാക്കിട്ട് വെച്ചെങ്കിൽ ഇനി പറയല ഒരു ഇത്തര ഇങ്ങനെ ഉദ്ദാക്കിട്ട് വെച്ചെങ്കിൽ എന്താക്കവరు ഞങ്ങൾക്ക് ഈ ഒരാള് എന്താക്കണു തഞ്ഞി വീത്തണം. അപ്പൊ ഈ സോപ്പ് തെല്ലിട്ടെങ്കിൽ ഇങ്ങനെ തെല്ല് ബൈത്തരെ
തെല്ല് പ്രസ് ആക്കുമ്പോ എന്താ ഒരു അങ്ങനെ എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ അവിടെ പോകണം. അപ്പൊ ഈ പോണ്ട സന്ദർഭത്തിൽ ചെല്ല് രണ്ട് കാലം ദൂരാക്കിട്ട് പോയിക്കോണം. ഓക്കെ. അപ്പൊ ഒരാള് തെല്ല് ഇടത്തെ കൈക്ക് ഒരു തുണി ചുറ്റിട്ട് മയ്യത്തിന് ഏറ്റവും മുട്ടത്തെ ആള് ആ ജാഗയെല്ലാം തെല്ല് ക്ലീൻ ആക്കും. അപ്പൊ എന്താ ഒരു മൂന്നാളില്ലെങ്കിൽ ഈ ഹെൽപ്പ് ആവും. മനസ്സിലായിട്ടല്ലേ? ചന്ത കൈ ഇട്ടിട്ട് ക്ലീൻ ആക്കിയിട്ട് തന്നെല്ലാം ബീത്തോണം. ഇങ്ങനെ തന്നി ബീത്തോണം, ഇങ്ങനെ ഉದ್ದಾക്കി തന്നി ബീത്തോണം. പിന്നെ അതെല്ലാം പൊടിപ്പത്തെ മയ്യത്ത് കെട്ടിലെല്ലാം അത് പോണ്ട വ്യവസ്ഥിക്ക് വന്നതല്ലേ. അപ്പൊ ഞങ്ങ അതിന് ഇതാക്കുന്ന ആവശ്യകത്തില്ല. പിന്നെ മയ്യത്ത് കുലിപ്പാട്ടിറങ്ങ അങ്ങനെ നക്കത് ഗലീജാവರು അങ്ങനെ ಅವರು ഇങ്ങനെ ಅವರು ആ ഒരു ഉദ്ദേശത്തിൽ നിങ്ങൾ ബറകുത്തീര. മനസ്സിലായിട്ടല്ലേ? അപ്പൊ മയ്യത്ര എല്ലാ ന്യൂനത്വം ഒനിപ്പാട്ടി വെക്കുന്ന ആൾമാരാവും. ചിലപ്പോ തെളിയാറ അങ്ങനത്തെ ഗലീജെല്ലാം പോക്ക് ചാൻസ് ഉണ്ട്. എല്ലാ മയ്യത്തും ഒരേപോലെ ഇരിക്കില്ല. ഇത് ഞങ്ങൾ ഹയലാക്കണം. അങ്ങനെ ഞങ്ങൾ ഒരാളിങ്ങനെ ചന്ത ഈസിട്ട് കൊടുത്തെങ്കിൽ എന്താ ഒരു മാലിന്യം എല്ലാം പറത്തു പോകണം. ഓക്കെ. അപ്പൊ സാധാരണ മാലിന്യം പറത്തു പോയിട്ട് കണ്ടേട്ടായെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താക്കാം, മയ്യത്ര ഈ ചില എന്താ ചില നഗരരായത്തിൽ ഈ കോലെല്ലാം ഇട്ടിട്ട് ಬೆರಳು ಎಡಕ್ಕೆಲ್ಲ ಕ್ಲೀನ್ ಹಾಕ್ತಾರೆ. ಅದ್ರ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ಬೇನೆಂಗೊರು ಹುರ್ಮತ್ ಕೈತು ಈ ಉಗುರೆಲ್ಲ ಬೇನೆ ಕಟ್ ಆಗಿತ್ತು ಕೊಡ್ಕ ಮಯ್ಯತ್ತವರು ತೆಲ್ಲು ನಂಗೆ പവിത്ര ഇത് കാണുന്നല്ലേ. ഇപ്പൊ ഇവിടെ കാലിൽ ഇതിലെല്ല ഉಗುರೆಲ್ಲ ಬೇರೆ കട്ട് ആക്കിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഓപ്പൺ ആയിട്ട് കാണ്ട ഈ മീശരെല്ലാം ചൊന്ന ഇന്നെങ്കിൽ തെല്ലതിരെ കട്ടാക്കിട്ടെല്ലാം കൊടുക്കാം. വന്നതല്ലേ ചൊന്നെ ഈ ഫിത്രത്തിൽ ഞങ്ങൾ ഇക്കുമ്പോ മീശ ചൊമ്മ വെക്കില്ലല്ലേ. അപ്പൊ അത്ര പണി ആക്ക അത്രമേ അത് ഞങ്ങൾക്ക് ಬೇನೆಂಗೆ ഒരു മയ്യത്ത് ചന്ത കാണുന്നു ചൊന്നാലും ഞങ്ങൾക്ക് ആക്കാം. ഇനി ഞങ്ങ നെക്സ്റ്റ് എന്താക്ര, മയ്യത്രെ മാലിന്യം എല്ലാം ഞങ്ങൾക്ക് പൊയ്ത്തുന്ന് കണ്ടെങ്കിൽ ഈ തുണി ഇങ്ങനെ ഇട്ട് തിക്കത് ഒരു സമയം ഈ തുണിക്ക് ചിലപ്പോ മാലിന്യം പിടിച്ചെങ്കിൽ ഈ തുണി പിന്നെ ചേഞ്ച് ആക്കാം. അപ്പൊ ഒരു ജണ്ട് ഇങ്ങനത്തെ തുണി ഇന്നെങ്കിൽ നല്ലേ. മനസ്സിലായിട്ടല്ലേ? ചെന്ന എല്ലാ മയ്യത്തും ഒരേപോലെ ഇരിക്കില്ല. അങ്ങനെ ഇതെല്ലാം ഞങ്ങ ആയിൽ പിന്നെ ഇനി ഞങ്ങ മയ്യത്തിലുള്ള ഇതെല്ലാക്കിയാൽ പിന്നെ മയ്യത്തിക്ക് നെക്സ്റ്റ് ആക്കുള്ള പണി. ഇപ്പൊ ഞങ്ങൾ ഉളു എടുക്കുമ്പോ പോണ്ട മയ്യത്തിന് ഉളു എടുപ്പാട്ടിന് മുന്നെല്ലാം എന്താക്കണം, സാധാരണ നിസ്കരിക്കുമ്പല്ല ബ്രഷ് ആക്കും. അപ്പൊ മയ്യത്തിക്ക് ഒരു പല്ല് എല്ലാം ക്ലീൻ ആക്കി കൊടുക്കും. എങ്ങനെ ഞങ്ങളെ ഹയാത്തിലുള്ളതേ പോലെ ഇങ്ങനെ തന്നെയുള്ള ബീച്ചതെല്ലാം ആവല്ലേ. ഒരു ഈ ഞങ്ങളെ ബലത്തെ കയറി ഈ ഒരു ബെരല് കൊറക്കണ്ട തുണി ചുറ്റിട്ട് ഇങ്ങനെ തെല്ല് ഓപ്പൺ ആക്കിയിട്ട് എന്താക്ക ഇതെല്ലാം പേസ്റ്ററിയുടെ ഒക്കെ ഒന്ന് നിക്കണ്ട മുന്തേത്താ അങ്ങനത്തെ ഇതെന്തില്ല. കാലി ഒരു തുണി ചുറ്റിട്ട് തെല്ല് ഇങ്ങനെ തന്നി വീറ്റിട്ട് ചന്തത്തിൽ ഇങ്ങനെ ഒരു സെമിയോ. ഓക്കെ. പിന്നെ ഈ തന്നി ഞങ്ങളിപ്പോ ഹയാത്തിൽ ഞങ്ങ പറത്ത് മുക്കുലിച്ച് തുപ്പുറ പോലെ അത് ഇതാക്കില്ല. അപ്പൊ എന്താക്ക ഒരാൾക്ക് ചന്തത്തിൽ ഇങ്ങനെ ഒരു സെമിയോ. ഓക്കെ. പിന്നെ ഈ തന്നി ഞങ്ങളിപ്പോ ഹയാത്തിൽ ഞങ്ങ പറത്ത് മുക്കുലിച്ച് തുപ്പുറ പോലെ അത് ഇതാക്കില്ല. അപ്പൊ എന്താക്ക ഒരാൾക്ക് ഇങ്ങനെ തെല്ല് ചരിച്ചിട്ട് കൊടുക്കാം. ചരിയുമ്പോ ആ തന്നി പറത്ത് പോകും. മനസ്സിലായിട്ടല്ലേ? പിന്നെ ഞങ്ങൾ എന്താക്കറ ഉളു എടുക്കൊക്കെ പോണ്ട. ഉളു എടുക്കുന്ന മുന്നെല്ലാം ബ്രഷ് ആക്കുക. ഉളു എടുക്കുമ്പോ ഞങ്ങൾ എങ്ങനെ ഉളു എടുക്കണേ? ഉളു എടുക്കുമ്പോ അതേപോലെ ഫസ്റ്റ് രണ്ട് കൈ ഇങ്ങനെ കൂട്ടി പിടിക്കോ. കൂട്ടി പിടിച്ചിട്ട് ഒരാള് തന്നി വീഴ്ത്തണം. തന്നി വീഴ്ത്തിട്ട് പിന്നെ ഒരാള് ഇങ്ങനെ ഫസ്റ്റ് ബലത്തെ കൈ 3 വട്ട, പിന്നെ ഇടത്തെ കൈ 3 വട്ട ഈ ഇത്തര കൽകറ. പിന്നെ രണ്ടാമത്തെ എന്തിനാക്കും എടുക്കുമ്പോ ബായ് ഇതിങ്ങനെ വെക്കോണം നേരെ. ഇതല്ല ഇങ്ങനെ വൃക്കതിങ്ങനെ ബുടത്തീര മയ്യത്തിരട്ടിങ്ങനെ എപ്പോ ഒരു ബഹുമാനം വേണം. മനസ്സിലായിട്ടല്ലേ? മെല്ലെ ഇങ്ങനെ വെക്കോണം. പിന്നെ തന്നിങ്ങനെ എടുക്കറ ഉൾഗത്തിങ്ങനെ ബീത്തൊക്കെ ഉണ്ടാവില്ല. തെല്ല് ബീറ്റിട്ട് അതിങ്ങനെ തെല്ലിങ്ങനെ ചരച്ച് കൊടുത്തിട്ട് പിന്നെ മൂക്കുലുണ്ടെങ്കിൽ സാധാരണ ഉളെടുക്കുമ്പോ ഇങ്ങനെ കിത്താക്കുമ്പോ അത്തരമുള്ള ആവശ്യകത്തില്ല. തെല്ലിങ്ങനെ ക്ലീൻ ആക്കി കൊടുത്തേറ്റ് ചുമ ഇങ്ങനെ ഗലീജിന്നെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് തെല്ല് ക്ലീൻ ആക്കി എടുത്തേറ്റ് അങ്ങനെ 3 വട്ടം ഞങ്ങൾ എന്താക്കുക ബായ് മുക്കുലിക്കില്ല. അതിരൊട്ടിಗೆ മൂക്കും ജസ്റ്റ് ക്ലീൻ ആക്കുക. ഓക്കെ. പിന്നെ ഞങ്ങൾ എന്താക്കുക ഉളു എടുക്കുമ്പോ മുഖ. അപ്പൊ രണ്ട് കയ്യിൽ തന്നി എടുത്തിട്ട് ഞങ്ങ ഇങ്ങനെ ആക്കിയോ എന്തായിട്ടല്ലേ. പിന്നെ കൈയല്ലേ, ഏത് കൈ? വലത്തെ കൈ. അപ്പൊ ഒരാളിങ്ങനെ തന്നി ബീത്ത്, പിന്നെ ഒരാള് 3 വട്ടം. ഞങ്ങൾ ഉളു എടുക്കുമ്പോ ആക്കണല്ലേ.
അങ്ങനെ 3 വട്ട ഈ കൈ കൽക്കണം. പിന്നെ അതേപോലെ 3 വട്ട കൽകിയാൽ പിന്നെ ഇടത്ത കൈ ഇതേപോലെ ഒരാള് തന്നി ബീത്തറ്, പിന്നെ ഒരാള് 3 വട്ട കൽകും. 3 വട്ട കൽക്കണം. അങ്ങനെ അത് കൽകിയാൽ പിന്നെ നെക്സ്റ്റ് എന്തിനാക്കും? തലം കാത് ഒട്ടിക. അപ്പൊ ഒരാൾ തല ഇങ്ങനെ വയറ്റി പിടിക്കുക. ചെന്ന തലനങ്ങ ഉള്ളെടുക്കുമ്പോ ബാക്ക് തോലാക്കണല്ലേ, അത് ഇങ്ങനെ ബാക്ക് തോല് പോയിട്ട് എതിർപ്പം വന്നിട്ട് പിന്നെ കാൽ. പിന്നെ എന്തിനാക്കും? ലാസ്റ്റ് കാൽ. അപ്പൊ കാൽ അതേപോലെ ഒരാള് ഇങ്ങനെ തഞ്ഞി ബീറ്റിട്ട് പിന്നെ ഒരാള് ഫസ്റ്റ് ബലത്തെ കാൽ ಚಂದ ಗಿನ್ಯ ಉಲ್ಗತ್ತಲ್ಲ ತೆಲ್ ಬೆರಳಿಟ್ಟಲ್ಲ ಕಲ್ಗ ಒಂದೇದಲ್ಲ. പിന്നെ ನಾ ಉಗುರ ವಿಷಯನು ಪಟ್ಟ ನಾ ಚೊನ್ನೆ ಎಂದ್ರಾಕ ಬೇನೆಂಗು ಅದೆಲ್ಲ ಫಸ್ಟಿಗೆ ಕಟ್ಟಾಗಿ ತೆಡ್ಕ ಅದೊರು എന്തിക്ക് ചെന്ന് ഒരു മയ്യത്തൊട്ടിക്കുള്ള ഒരു ഹുർമത്ത് ഇത്ര. അതേപോലെ എടുത്ത കാലം ഞങ്ങൾ എന്താക്കറ 3 വട്ട കൽക അവിടേക്ക് ഉതുവായിട്ട്. ഇനി ഞങ്ങൾ എന്താക്കൂല്ലേ ചൊന്നെങ്കിൽ 3 വട്ട ഞങ്ങൾ എന്താക്കണു ഫുള്ള് കൽക്കണം പുലിപ്പാട്ടോ. അതിപ്പോ ഫസ്റ്റ് ഞങ്ങൾ എന്താക്കണം ചെന്ന തല മനസ്സിലായിത്തല്ലേ, ഇത്തര ഹെഡ് ഇത് 3 വട്ട ഞങ്ങൾ കൽക്കണം. ഇനി സോപ്പ് ഞങ്ങൾക്ക് യൂസ് ആക്കാം മനസ്സിലായിത്തല്ലേ. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ യൂസ് ആക്കുന്ന സോപ്പ് അല്ലേ. അപ്പൊ ഫസ്റ്റ് തഞ്ഞി ബീത്തോണം, നല്ല സോപ്പ് ഇട്ടിട്ട് ചന്ത ഇതെല്ലാം ആക്കണം. പിന്നെ മയ്യത്ത് എപ്പം ഞങ്ങൾ ഹയാലാക്കണം. എല്ലാ മയ്യത്ത് ഞങ്ങൾ ഒരേപോലെ കുലിപ്പാട്ടൊക്കെ ആവില്ല. ചില മയ്യത്തിൽ ചിലപ്പോ ആക്സിഡന്റിൽ അങ്ങനെല്ലാം മരിച്ചിട്ടായി സ്റ്റിച്ചിക്കൂ ചോര ബന്ധോണ്ടിക്കൂ. അപ്പൊ അങ്ങനത്തെ ടൈമിലെല്ലാം ഞങ്ങൾ എന്താക്കും ചിലപ്പോ ഒരു ഐസ് തന്നെല്ലാം യൂസ് ആക്കുമ്പോൾ ബ്ലീഡിങ് ആയോണ്ടിക്കരുത് ഗായത്തിന്. അപ്പൊ ചില ഐസ് തന്നെ ബീച്ചേണ്ട എന്താ ഒരു ആ ചോര ഉറക്കത്തേക്ക് നിൽക്കരുത് അല്ലെങ്കിൽ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഞങ്ങൾ ഒരു പ്രിക്കോഷൻ സ്വീകരിക്കണം. അപ്പൊ ഇതേപോലെ കുലിപ്പാട്ടുമ്പോ ഞങ്ങൾ തല ഫസ്റ്റ് ചന്ത സോപ്പ് ഇട്ടിട്ട് ഇതാക്കിയിട്ട് ഇന്നൊരാൾ തഞ്ഞി ബിത്തറ് അങ്ങനെ 3 വട്ടം എന്താക്കറ ഞങ്ങൾ 3 വട്ടം എന്താക്കറ സോപ്പെല്ലാം പോണു ചന്തത്തില് എല്ലാം ക്ലീൻ ആക്കണം. ആക്കിയാൽ പിന്നെ ഈ ബായിലെല്ലാം ചിലപ്പോ തഞ്ഞെല്ലാം ഇല്ലെങ്കിൽ തെളിങ്ങനെ ആക്കണം. അത് തഞ്ഞി പറത്ത് പോണം, മൂക്കെല്ലാം തെളിതാക്കിയിട്ട് ഒപ്പാസ് ഇങ്ങനെ വെക്കണം. ഒന്നേതല്ലേ. പിന്നെ ഞങ്ങൾ ആക്കിരെന്തിനെ ചെന്നെങ്കിൽ ബലത്തെ സൈഡ്, ഈ ബലത്തെ സൈഡിക്ക് ഇങ്ങനെ തഞ്ഞി ബീത്തറ, തഞ്ഞി ബീട്ടിട്ട് ഞങ്ങൾ സോപ്പ് ഇടറ. സോപ്പ് ഇട്ടിട്ട് ചന്ത എന്താക്കറ നല്ല ക്ലീൻ ആക്കറ. പിന്നെ തഞ്ഞി ബീത്തറ പാസ് സോപ്പ് ഇട്ടൽ പിന്നെ അങ്ങനെ 3 വട്ടം ഞങ്ങൾക്ക് ആക്കാം. പിന്നെ ഞങ്ങൾ എവിടെ ആക്കറ എടുത്ത സൈഡ് ഇതേപോലെ മനസ്സിലായിത്തല്ലേ. ഇപ്പൊ ഞങ്ങൾ ഉതു എടുക്കുന്ന മുന്നോലു ನಾನು ಎಂದ್ರಾಕ ಚೊಂತಿನ್ನೆ ಅದೇ ಟೈಮಲ್ಲಿ ಬೇರೆ ನಂಗೆ ಕೂಡೆಲ್ಲ ಕಲ್ಗ ತೊಕ್ಕಲ್ ರೆಡಿ ಅವಡೆಲ್ಲ ಚೆಲಪ್ಪ ಕ್ಲೀನ್ ಇಲ್ಲ ಅಂತ ಅವಸ್ಥೆಯಲ್ಲಿ ಇಕ್ಕು. ಅಪ್ಪ ಈ ಇದೆಲ್ಲ ಹಾಕಿದ್ರೆ ಮುಂದೊಲ್ಲ ನಂಗೆ ಎಂದಾಕ ಆ ಜಾಗ ಎಲ್ಲ ಕಲ್ಗ ಫಸ್ಟ್ ನಾನು ಕೂಡ ನಂಗೆ എന്തെങ്കിലും ഇന്നെ ക്ലീൻ ആക്കുന്നു ചൊന്നല്ലേ അത് ആയിൽ പിന്നെ ನಂಗೆ ಕೂಡ ക്ലീൻ ആക്കാം. ಅದೆಲ್ಲ ನಂಗೆ ಆ ಟೈಮಲ್ಲಿ ಖಯಾಲ್ ಹಾಕುವುಲ್ಲ ವಿಷಯ. ഇനി ನಂಗೆ ಬಲ್ತೆ ಸೈಡ್ 3 ವಟ್ಟ ಕಲ್ಗರ. പിന്നെ ഞങ്ങൾ ഏത് സൈഡ് കൽകറ എടുത്ത സൈഡ് കൽകറ. ഓക്കെ. അപ്പൊ ഇവിടെല്ല ഒരു ജണ്ടാല് ഹെൽപ്പ് വേണവര്. പിന്നെ ഞങ്ങൾ എന്താക്കറ ചെന്നെങ്കിൽ മയ്യത്ര ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പൊ ഇവിടെ ഒരു മൂന്നാല് വേണവര് മയ്യത്ര ഇങ്ങനെ ചരിക്കിര ചരിച്ചിട്ട് ബലത്തെ സൈഡില് ഈ ബാക്ക് ಒಂದೇದല്ലേ ഞങ്ങൾ ഊടുത്തോലോ ಚಂದ ಸೋಪ್ ಇಟ್ಟಿದ್ದೆಲ್ಲ ಕಲ್ಕರ. ಈ ಟೈಮಲ್ಲಿ ನಂಗೆ ಜಾಗ್ರತೆ ಹಾಕುಲ್ಲ ಚೊಮ್ಮೆ ಕೆಡನ ತಲ್ಲಿಂದ ಮಯ್ಯತ್ತಿನ ಟೈಮ್ ಬ್ಯಾಕ್ ಸೈಡ್ ಅಲ್ಲಿ ಎಂದ್ರಿಕ್ಕರು ಗಾಯಲ್ಲಿಕ್ಕರು ಪುಣ್ಣಲ್ಲಿಕ್ಕರು ಅಪ್ಪತ್ತೆಲ್ಲ ನಂಗೆ ಖಯಾಲ್ ಹಾಕೊಂಡು. ಓಕೆ. ചിലപ്പോ ബ്ലീഡിങ് അതെല്ലാം അവർക്ക് ചാൻസ് ഇക്കರು. അപ്പൊ മയ്യത്തിന്റെ പൊസിഷൻ നോക്കിയിട്ട് അതെല്ലാം മയ്യത്ത് കുലിപ്പാട്ടാൽ അതെല്ലാം ಖಯಾಲ್ ಹಾಕೊಂಡು. അങ്ങനെ 3 വട്ടം ഞങ്ങൾ ഈ സൈഡ് കൽക്കറ. പിന്നെ അതേപോലെ ഈ സൈഡിക്ക് ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഇതെല്ലാം ഈ ടൈമിലെല്ലാം ಖಯಾಲ್ ಹಾಕುಲ್ಲ എന്തിരിച്ചെങ്കിൽ മയ്യത്ത് കട്ടിൽ അപ്പുറം ഇപ്പറെല്ലാം ജാറ് ನಂಗೆ ಸೋಪಲ್ಲ ಯೂಸ್ ಹಾಕಿರಲ್ಲೇ ಅವತ್ತೆಲ್ಲ ಖಯಾಲ್ ಬೇಕು ಮೈಯಿಂದೆಲ್ಲ ಇದಾವತ್ತಿರಲ್ಲೇ. ಅಪ್ಪ ಹಿಂಗನೆ ಈ ಸೈಡ್ ಕಲ್ಕರ 3 ವಟ್ಟ. ಇವ ಮಯ್ಯತ್ತು ನಂಗೆ ಎಂದಾಯ್ತು ಇದಾಯ್ತು. ಇನಿ ಲಾಸ್ಟ್ ನಂಗೆ ಹಾಕುಲ್ಲರ ಪಣಿ ಉಂಟು. ನಂಗೆ ಎಂದ್ರಾಕಿ വെച്ചിരുന്ന ಕರ್ಪೂರದ ತಣ್ಣಿ ಮಿಕ್ಸ್ ಹಾಕಿತ್ತು ಎಲ್ಲ ಚಂದದ ಇದಾಕಿ വെച്ചിരുന്നു. ಅಪ್ಪ ಆ ತಣ್ಣಿ എടുത്തിട്ട് ನಂಗೆ ತಲೆರೆ ಸ್ಟಾರ್ಟ್ ಹಾಕಿತ್ತು. ഇങ്ങനെ ബീത്തുമ്പോ
ನಂಗೆ ಕೈ ಇങ്ങനെ ಕುರಿಯಲ್ಲಿ ಬೆಕ್ರಾರ ಅದೆಲ್ಲ അതൊരു സൗകര്യം പോലെ അത്രമേ വേണമെങ്കിൽ ഒരു കപ്പിൽ ബീറ്റെങ്കും ആവും അല്ലെങ്കിൽ ആ ബക്കറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു അതിന് നമുക്ക് ബീത്ത ഫുള്ള് ബോഡിക്ക് ಒಂದಾಯ್ತಾ അപ്പൊ ഈ ബീത്തുമ്പോ ഞങ്ങൾ റായത്തുള്ള ഒരു മാമൂലി ഉണ്ട് ആ മയ്യത്ര എല്ലാ ആൾമാരും മയ്യത്ര 10 മക്കിന്ന് 10 മക്ക 4 മർമക്കിന്ന് 4 മർമക്ക ലാസ്റ്റ് തഞ്ഞി ബീത്തറുണ്ട് അങ്ങനെന്തില്ല അങ്ങനെ ബീത്തറുണ്ടെന്തില്ല മയ്യത്ത് കുലിപ്പാട്ടുകാറുള്ളാറ് അങ്ങ് ബീറ്റെങ്ങിയോ മനസ്സിലായിത്തല്ലേ അങ്ങനെ അങ്ങനെ കുറെ അങ്ങനെ സമ്പ്രദായങ്ങളുണ്ട് അതെല്ലാം ನಾವು ಒಂದೊಂದು ಎಣ್ಣಿತು ಚೊಲ್ಲರ ಅವಶ್ಯಕತೆ ಇಲ್ಲ ಅപ്പൊ ನಾನು ಉಳ್ಳದು ಚೊಂದೆಂಗಿ പിന്നെ ബാക്കി ഇല്ലാത്തത് ನಿಮಗೆ മനസ്സിലാവರല്ലേ അപ്പൊ അതೈತಿಕ್ಕಿರ ಖೈರು അപ്പൊ ನಂಗೆ ഇങ്ങനെ ചന്ദ്രമിത്ര തഞ്ഞിമിത്ര അപ്പൊ ഈ ടൈമിലു ഈ ഔറത്തെല്ല ನಂಗೆ ಖಯಾಲ್ ಹಾಕೊಂಡು ഔറത്തെപ്പം അത് ഇതാവത്തെ വെളിവാവത്തെ പോലെ പുറത്ത് കാണാത്ത പോലെ ನಂಗೆ അത് ಖಯಾಲ್ ಹಾಕೊಂಡಿಕ್ಕೊಂಡು ഇനി ഇതേ ടൈമിലു പെണ്ണിങ്ങല മയ്യത്ത് ഉദാഹരണಕ್ಕೆ പെണ്ണിങ്ങല മയ്യത്ത് ആರು കുലിപ്പാട്ടണോ പെണ്ണിങ്ങമേ ആണിങ്ങൾക്ക് പെണ്ണിങ്ങല മയ്യത്ത് കുലിപ്പാട്ടാമ മാപ്പിളക്ക് മാത്രം അപ്പൊ മാപ്പിള ഒരേ ആളിക്കരല്ലേ ഒരേ ആൾ കുലിപ്പാട്ട് കഷ്ടവും അപ്പൊ സാധാരണ ഞങ്ങളുടെ രാജ്യത്ത് അങ്ങനെ ആരും ആക്കില്ല അപ്പൊ അതുകൊണ്ട് പെണ്ണിങ്ങല മയ്യത്ത് ആരെ കുലിപ്പാട്ട് പെണ്ണിങ്ങമ്മയെ കുലിപ്പാട്ടുകാർ അപ്പൊ പെണ്ണിങ്ങ കുലിപ്പാട്ടുമ്പോ പെണ്ണിങ്ങ അതേപോലെ ഡ്രസ് ഊരിയാൽ പിന്നെ ഒരു തുണി ഇത്തരക്ക് ഇട്ടെങ്കിൽ അങ്കവിടെ അത് ഇതാക്കുക മനസ്സിലായിത്തല്ല ഇങ്ങനത്തെ ഒരു ദപ്പത്തെ ഒരു തുണി ഇട്ടെങ്കൈ ഇല്ല ഉമ്മര മയ്യത്ത് മോണ് കുലിപ്പാട്ടാവില്ല മോണ്ട മയ്യത്ത് ഉമ്മ കുലിപ്പാട്ടൊക്കാവില്ല മോല മയ്യത്ത് അബ്ബ കുലിപ്പാട്ടൊക്കാവില്ല അബ്ബര മയ്യത്ത് മോല കുലിപ്പാട്ടൊക്കാവില്ല ആവുന്നെങ്കിൽ മാപ്പിളര മയ്യത്ത് പെഞ്ഞായിക്ക് പെഞ്ഞര മയ്യത്ത് മാപ്പിളക്ക് മാത്രം വേറെ ആർക്കും ആവില്ല പെങ്ങല മയ്യത്ത് ആങ്ങല കുലിപ്പാട്ടൊക്കാവില്ല ആങ്ങല മയ്യത്ത് പെങ്ങൽ കുലിപ്പാട്ടാവില്ല അപ്പൊ അങ്ങനെ മാപ്പിള ചെന്ന് ഒരാളല്ല ഇക്കരേ അപ്പൊ ഒരാളಂತೂ കുലിപ്പാട്ടಕ್ಕೂ ಕಷ್ಟ ಸಾಧ್ಯ ಇಲ್ಲ ಆರಿಕ್ಕೋಲ್ಲ ಉಮ್ಮರ ಮಯ್ಯತ್ ಮಾಪ್ಲರ್ ಆಣ್ರೊಟ್ಟಿಗೆ ಪೆಣ್ಣಿಗೆ ಇಕ್ಕೋತೀರಾ ಮಾಪಲ್ರೊಟ್ಟಿಗೆ പെണ്ണ് മക്കിക്കോകാവില്ലല്ലേ ആണിങ്ങ പെണ്ണിങ്ങ ഒട്ടിಗೆ ആവില്ല അപ്പൊ അതുകൊണ്ടു എന്താ ഒരു പെണ്ണിങ്ങമേ കുലിപ്പാട്ട മനസ്സിലായിത്തല്ലേ അപ്പൊ അതേ തിക്കർ ഏറ്റവും ഹൈറായത് അപ്പൊ ആ പെണ്ണിങ്ങ കുലിപ്പാട്ടും ഇതേപോലെ തിക്കർ കുലിപ്പാട്ട് മാത്ര പെണ്ണിങ്ങലെ മുടി എന്താക്കണം ചെന്നെങ്കിൽ അത് കെട്ടല്ലിന്നെങ്കിൽ അത് കിളിച്ചിങ്ങനെ പെറോക്കി ഇങ്ങനെ ഇടോ മൂന്നിടയിട്ട് ഇടോ അതേ തിക്കർ ഹയാലാക്കുമ്പോൾ വിഷയം ബാക്കിയെല്ലാം ആണികളെ കുലിപ്പാട്ട് എങ്ങനെ അങ്ങനെ മനസ്സിലായിത്തല്ലേ ആണികളെ ഇപ്പൊ ഞാൻ ഇങ്ങനെ വിവരിച്ചല്ലേ അതെന്തും സൗകര്യം പോലെ കിടപ്പാട്ട കുലിപ്പാട്ടുമ്പോ ഇങ്ങനെ കിബ്ലത്തിന് നേരം അങ്ങനെ എന്തില്ല മനസ്സിലായിത്തല്ലേ നല്ല നല്ല സൗകര്യ റായത്തെ ഔത്തുಲು വലിയൊരു ബാത്റൂം ഉണ്ട് അതില് കുലിപ്പാട്ട പോലത്തെ ಜಾಗ ಉಂಟಾയി ಅದು മിയാവും ഇപ്പത്തെ പള്ളിയിലെല്ലാം ഒരു ടെന്റ് എല്ലാം റെഡി ആയിത്തിക്കറ് എവിടെ ഒന്ന് വിരിക്കൂ അപ്പൊ അത് അങ്ങനെ എന്തോ ഇല്ല അതെല്ലാം കൊറിയ ചെന്നല്ലേ കൊറിയെല്ലാം റായത്ത് അങ്ങനത്തെ കൊറിയ കെട്ട കുലിപ്പാട്ട് പിന്നെ സോപ്പ് അങ്ങനത്തെ കൊറേ നമ്പിക്കെല്ലാം ഉണ്ട് അത് ആവശ്യകത ഇല്ല കൊണ്ടേത്തല്ലേ അപ്പൊ അങ്ങനത്തെ എന്തും ഇഷ്യൂ ഇല്ല അപ്പൊ അതെല്ലാം ഞങ്ങൾ എന്താക്കറ ഇപ്പൊ കുലിപ്പാട്ടി തയ്ത്ത് അപ്പൊ ഇത്തരത്തിക്ക് മയ്യത്ത് കുലിപ്പാട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അപ്പൊ ഈ മയ്യത്ത് കുലിപ്പാട്ടി ആയാലും പിന്നെ അതിനെ ഞങ്ങൾ തോത്തോക്ക് ഞങ്ങൾക്ക് ഒരു ചണ്ട് തട്ട ഇപ്പൊ മയ്യത്ര കിട്ടിലെ ബണ്ട് ആ തെൽപ്പുര ചണ്ട് തട്ടല്ല ബണ്ട് ഇനി തട്ടുന്നില്ലെങ്കിൽ ആ വൈറ്റ് തുണിരെ കട്ടാക്കിട്ട് ഞങ്ങൾക്ക് തോത്താം പ്രോബ്ലം എന്തില്ല മനസ്സിലായിത്തല്ലേ അപ്പൊ തോത്തുമ്പോ അതേപോലെ മയ്യത്ര പൊസിഷൻ നോക്കിയിട്ട് ഞങ്ങൾ ചൊമ്മ ഹയാത്തുല്ലാലെ മക്കളെല്ലാം തോತ್ರ പോലെ വിളിച്ച് തോത്തದಲ್ಲ ತೀರಾ തെൽ മയ്യത്രൊಟ್ಟಿಗೆ ഞങ്ങൾ റെസ്പെക്ട് ആക്കിയിട്ട് ചന്ത ഞങ്ങൾ തോത്തോ അപ്പൊ തോത്തുമ്പോ ഞങ്ങൾ എന്താക്കറ അടിയിൽ ചണ്ടിಯಲ್ಲಿ നിന്നെങ്കിൽ അതെല്ലാം ഞങ്ങൾ എടുക്കറ അങ്ങനെ നജസ്സെല്ലാം തിന്ന് അതെല്ലാം ഞങ്ങൾ ഇതാക്കറ അങ്ങനെ മയ്യത്ത് ഇങ്ങനെ തോത്തുമ്പോ ഞങ്ങൾക്ക് എന്താക്ക കൂടുതൽ ഈ തുണി വേണേ റിപ്ലേസ് ആക്കാം ഇത് ചണ്ടി ആയിത്തിക്കറല്ലേ റിപ്ലേസ് ആക്കുമ്പോ അതേപോലെ ഔറത്ത് കാണാത്ത പോലെ മേൽക്കൊരു തുണി ഇട്ടിട്ട് അടിയത്തെ തുണി ഇങ്ങനെ കീഴിലിങ്ങനെ ബലിച്ചെങ്കെന്താ ഒരു ബണ്ട് ചന്ത മനസ്സിലായിത്തല്ലേ അപ്പൊ ഏതായെങ്കിലും മയ്യത്ത് കുലിപ്പാട്ടിയിട്ട് മയ്യത്ത് എന്തായിട്ട് തോത്തിത്തല്ല ഇತ್ತು ಚಂದ ഇനി മയ്യത്ത് കഫൻ ആക്കില്ല അത് പൂർത്തിയാക്കല്ലേ കഫൻ ആക്ക അപ്പൊ ആ മയ്യത്ത് കഫൻ ആക്കില്ലത് ഞങ്ങൾക്ക് എന്താക്കറ ഞങ്ങൾ ഇപ്പൊ ഔടമേ ഈ മയ്യത്ത് കുലിപ്പാട്ടിയ ഔടമേ ഞങ്ങൾക്ക് കഫനാക്കാം പ്രോബ്ലം എന്തില്ല അല്ലെങ്കിൽ വേറൊരു ടേബിൾ അത് റെഡി ആക്കിയിട്ട് വെച്ചേത്ത് ഫസ്റ്റിക്ക് എന്തേ 3 ಗಂಟೆ തുണി
അപ്പൊ ഈ മയ്യത്ത് കുലിപ്പാട്ടുമ്പോ 3 വട്ടനങ്ങ എല്ലാ ജാഗ കൽകിറല്ലേ അതിന് വേണമെങ്കിൽ ചില ടൈമിൽ 5 ആക്കാം ചിലപ്പോ 3 വട്ടം കുലിപ്പാട്ടി മീയാവില്ല ചെന്ന പൊസിഷനിൽ ഇരിക്കും ചില മയ്യത്ത് അപ്പൊ 5 ആക്കാം അല്ലെങ്കിൽ എന്താക്ക 7 ആക്കാം അത് സൗകര്യ പോലെ മനസ്സിലായിട്ടല്ലേ 3 വട്ടം തിക്കറ് ഞങ്ങൾ സാധാരണ ആക്കറേ ചില ടൈമിൽ 3 വട്ടം കൽಗೆಲ್ಲ ಮೀಯಾವಿಲ್ಲ ಚೆನ್ನ ಪೊಸಿಷನ್ ചില ಮಯ್ಯತ್ತಲ್ಲ ಇಕ್ಕು പോസ്റ്റ്മോർട്ടം ആക്കിയ മയ്യത്ത് ഞങ്ങൾ ഈ കുലിപ്പാട്ട ടൈമൊന്നു ചുമ്മാ ഹയൽ ಹಾಕೋಣ ಸ್ಟಿಚ್ ಆയ ಜಾಗೆಲ್ಲ ಬ್ಲೀಡಿಂಗ್ ಆವತ್ತೆ പോലെ ಅದಕ್ಕೆಂದು ಉಪದ್ರವತ್ತೆ പോലെ ഞങ്ങൾ എന്തേ ഒരു പ്രിക്കോഷൻ ಹಾಕೋಣ അങ്ങനത്തതല്ലാണ്ട് ഈ ആക്സിഡന്റ് അല്ലെങ്കിൽ ഈ കരഞ്ഞിത്ത് അതല്ല അല്ലെങ്കിൽ മയ്യത്ത് ചൊമ്പനാല് കടലെല്ലാം ബാക്കിയിട്ട് പത്തിങ്ങനത്തെ മയ്യത്തെല്ലാം ഇക്കര് ಬೇರೆ ಬೇರೆ ಟೈಪ್ ಮಯ್ಯತ್ತಿಕ್ರ ഇതിനനുസരിച്ച് ഞങ്ങൾ അവിടെ ഹയൽ ಹಾಕೋಣ എത്ര ഞങ്ങൾക്ക് ಹಾಕೋಕೆ ಅವರು ഏതെല്ലാം ടൈപ്പിൽ ಹಾಕೋಕೆ ಅವರು അത് ഞങ്ങൾ ആ രീതിയിലാക്കി മനസ്സിലായിട്ടല്ലേ ഇപ്പൊ പോസ്റ്റ്മോർട്ടം ആക്കിയ മയ്യത്ത് ചൊമ്മ ಜಾಗ ಸ್ಟಿಚ್ ಎಲ್ಲ ಇಕ್ಕರು ಬ್ಯಾಂಡೇಜ್ ಇಕ್ಕರು ಅದು ಆ ಬ್ಯಾಂಡೇಜ್ ಎಲ್ಲ ನಂಗೆ ಎಡ್ಕೋಕ್ ಆವಾಂತ ഒരു പൊസിഷൻ ഇന്നെങ്കിൽ വേണ്ട അതേ ചെന്നല്ല ആ പൊസിഷൻ ബേസിൽ ഞങ്ങൾ സാധാരണ ലെവലിൽ എല്ലാ ಬ್ಯಾಂಡೇಜ್ എടുത്ത് തേക്കിക്കറ് മയ്യത്തിൽ കുലിപ്പാട്ടെ ബട്ട് അത് ആ ಬ್ಯಾಂಡೇಜ್ എടുത്തെങ്കിൽ അവിടെ ചൊമ്മ ഇതാവും അത് ಎಲ್ಲ ഒരു ഉപദ്രവ മയ്യത്ത് കുലിപ്പാട്ട ഒരു പൊസിഷൻ അത് ഒരു ಬೇಡಾയി പോവുച്ചെന്നൊരു ഇതിന്നെങ്കിൽ ഞങ്ങൾക്ക് എടുക്കുന്ന ആവശ്യകത ഇല്ല അതേ തിക്കറ് ഞാൻ ചൊന്നെ ആ മയ്യത്ര ബേസിലെ തിക്കറ് ഞങ്ങൾ അവിടെ തീരുമാനം എടുക്കുള്ളൂ നോർമലി ഒരു മയ്യത്ത് ഉണ്ടായെങ്കിൽ ഞങ്ങൾ എല്ലാം എടുത്തറ കുലിപ്പാട്ടും എല്ലാ ജാഗ തന്നി തട്ടണല്ലേ ആ ലെവലിൽ ഞങ്ങൾ കുലിപ്പാട്ടും ചില മയ്യത്ത് എന്താ ചൊന്നെ കുലിപ്പാട്ടൊക്കെ ആവാത്ത പൊസിഷൻ ഇക്കും കാല് തയമ്പുമാക്കിയിട്ട് അങ്ങനെ ബെക്കറ മയ്യത്ത് വയ്ക്കും കരഞ്ഞിട്ട് എന്റെ ഫ്ലൈറ്റ് കത്തിത്ത് അതെല്ലാം ആക്കിയിട്ട് മയ്യത്ത് ചിലപ്പോൾ കരഞ്ഞ ഒരു സാമാനം എത്തിക്കും കെട്ടറ് അപ്പൊ അങ്ങനെ ഇക്കും അത് വേറെ ഒരു അവസ്ഥ എത്തിക്കും അപ്പൊ നോർമലി ഞങ്ങൾ ഇങ്ങനെ കുലിപ്പാട്ടിട്ട് ഇനി കഫനാക്കുമ്പോ ആണിങ്ങക്ക് 3 കണ്ട തുണിമിയാവും ഞങ്ങളുടെ രാജ്യത്ത് അതൊരു കുപ്പായ ಅಂತೆಲ್ಲ ഉണ്ട് അത് ಅವಶ್ಯಕತೆ എന്തും ഇല്ല മനസ്സിലായിട്ടല്ലേ പിന്നെ ഒരു ಬೇರೆ ഒരു കാച്ച ഇങ്ങനെ ഇട്ടേ ഒരു സമ്പ്രദായ അതല്ല അത് ಅವಶ್ಯಕತೆ ഇല്ല അതല്ല പെണ്ണിങ്ങക്കായെങ്കിൽ 5 കണ്ട തുണി വേണം മയ്യത്ത് ഇത് കഫനാക്കും അപ്പൊ ആണിങ്ങക്ക് ഈ 3 കണ്ട തുണി ചെന്ന് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ബിരിച്ചിരല്ലേ ഇതിപ്പോ എങ്ങനെ ഇക്കോന്ന് ചെന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ 2 സൈഡില് ഇങ്ങനെ കൂട്ടിട്ട് ഇപ്പൊ ഈ സൈഡ് തുണി ഞങ്ങൾ കൂട്ടുമ്പോ ഈ സൈഡ് തോല ಬಂತು ഈ സൈഡ് തുണി കൂട്ടുമ്പോ ഈ സൈഡ് തോല ಬಂತು ഫുൾ കവർ ആവണം അത്ര അകലിക്കോണം ഇനി ഉദ്ദെത്തര ചെന്നെങ്കിൽ ഇപ്പൊ മയ്യത്ര കീഴില് ഇങ്ങനെ കൂട്ടിട്ട് കെട്ടറത്തര വേണു ഈ സൈഡ് അതേപോലെ ആ സൈഡും വേണം ഏ സൈഡ് അപ്പൊ ഇങ്ങനത്തെ ഒരു 7 മീറ്റർ ഒരു 8 മീറ്റർ തുണിന്നെങ്കിൽ ഞങ്ങൾക്ക് 3 കണ്ടാക്കാം പ്രോബ്ലം ഇല്ല മനസ്സിലായിട്ടല്ലേ അപ്പൊ മയ്യത്ത് ഞങ്ങ ഈ ഇതാക്ക പോകുമ്പോ എന്താക്കണു ചെന്നെങ്കിൽ തുണി ഇങ്ങനെ ബിരിക്കുമ്പോ ഞങ്ങൾ അടിയിൽ തെല്ല് വലിയ തുണി ബിരിക്കിട തുണി ബിരിച്ചിട്ട് അതിന് മേലിൽ തെല്ല് എന്തിനാക്കാം ഈ സെന്റ് എല്ലാം ഇടാം മനസ്സിലായിട്ടല്ലേ പിന്നെ രണ്ടാമത്തെ തുണി ബിരിക്കിട അതിപ്പോ ഇവിടെ മയ്യത്തുണ്ട് ഞങ്ങൾ വേറെ ടേബിൾ അറേഞ്ച് ആക്കാം അങ്ങനെ അറേഞ്ച് ആക്കുന്നത് ഇല്ലാത്തൊരു പൊസിഷൻ ഉണ്ടായെങ്കിൽ ഇതേ ടേബിളിലാക്കാം പ്രോബ്ലം ഇല്ല മയ്യത്തിൽ ഒരു 3-4 ഇങ്ങനെ വയറ്റി പിടിച്ചിട്ട് തുണി ഞങ്ങൾക്ക്